കോഴിക്കോട് പന്തീരങ്കാവിൽ ടോൾ പിരിക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധം. കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രതിഷേധിച്ചത്. പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. സർവീസ് റോഡിന്റെ ഉൾപ്പെടെ പണി പൂർത്തിയായില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം. ടോൾ ബൂത്തിൽ തിരക്കായതോടെ പോലീസ് ഇടപെട്ട വാഹനങ്ങൾ ടോൾ ഈടാക്കാതെ കടത്തിവിട്ടു. ഈ സമരം ഞങ്ങൾ ആവശ്യപ്പെട്ട മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കുന്നവരെ തുടരുക തന്നെ ചെയ്യും. ഇതിലും ശക്തമായി നാളെ മുതൽ വരും. തൽക്കാലം പോലീസിനെ വെച്ച് നേരിട്ട് ഇത് വിജയിക്കാമെന്ന് കരുതണ്ട. ഞങ്ങൾ 3 ആവശ്യങ്ങൾ മുന്നോട്ട്. 1, അഴിയൂർ മുതൽ വെങ്ങല വരെയുള്ള റീച്ചിന്റെ പണി പൂർണ്ണമായും പൂർത്തീകരിക്കുക. 2, സർവീസ് റോഡിന്റെ പണി പൂർത്തീകരിക്കുക. 3, ഈ പ്രദേശവാസികൾക്ക് ടോൾ അടയ്ക്കാതെ ഇതിലൂടെ യാത്ര ചെയ്യാൻ സൗകര്യപ്പെടുക. ഈ 3 ആവശ്യങ്ങളേ ഉള്ളൂ. അത് അംഗീകരിക്കുവരെ എത്ര പോലീസ് വന്നാലും പ്രതിഷേധ പരമ്പരയുമായി കോൺഗ്രസ് വരും. നന്ദഗോപാൽ വിവരങ്ങൾ നൽകും. നന്ദു, ശക്തമായ പ്രതിഷേധമായിരുന്നു DCC അധ്യക്ഷന്റെ നേതൃത്വത്തിലൊക്കെ ഉണ്ടായത്. പിന്നീട് സംഘർഷമുണ്ടായതോടെ ഇവരെ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് മാറ്റുകയൊക്കെയാണ് ചെയ്തത്. പ്രതിഷേധം തുടരും എന്നാണോ അവർ പറയുന്നത്? ഇന്ന് രാവിലെ 8 മണി മുതലാണ് കോഴിക്കോട് ഒളവണ്ണ ദേശീയപാതയിൽ ടോൾ പ്ലാസയിൽ ടോൾ പിരിവ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ സമയത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടേക്ക് എത്തുകയും ശക്തമായ പ്രതിഷേധം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. DCC അധ്യക്ഷൻ ഉൾപ്പെടെയാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായത്. ഇവർ ഇവിടെ എത്തുകയും ടോൾ പിരിക്കാൻ അനുവദിക്കാതെ വാഹനങ്ങൾ ഇവിടെ നിന്നും കടത്തിവിടുകയും ചെയ്യുകയായിരുന്നു. പിന്നീട് ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഇത് നീങ്ങിയപ്പോൾ പോലീസ് ഈ പ്രവർത്തകരെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്തു നീക്കുകയായിരുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്തു. DCC അധ്യക്ഷനെ ഉൾപ്പെടെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. തൽക്കാലം ഇന്നത്തെ സമരം കോൺഗ്രസ് അവസാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നാളെ മുതൽ വ്യാപകമായ സമരങ്ങൾ നടത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതായത് കൂടുതൽ മണ്ഡലം കമ്മിറ്റികൾ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വ്യാപകമായ പ്രതിഷേധം നാളെ മുതൽ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് നേതൃത്വം തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ സർവീസ് റോഡിന്റെ പണി പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രദേശവാസികൾക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് കോൺഗ്രസ് പറയുന്നു. അതോടൊപ്പം പ്രദേശവാസികളുടെ യാത്ര സൗജന്യമാക്കണം എന്നുള്ളതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന മറ്റൊരു ആവശ്യം. അതോടൊപ്പം അഴിയൂർ വെങ്ങളം റീച്ചിന്റെ ദുർഘടാവസ്ഥ കൂടെ പരിഹരിക്കണം. ഈ 3 ആവശ്യങ്ങൾ കൂടെ അംഗീകരിച്ചില്ലെങ്കിൽ, ഇതിൽ പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ തങ്ങൾ ഇവിടെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത്. അല്ലാത്ത പക്ഷം ടോളിന് എതിരല്ല എന്നുകൂടി കോൺഗ്രസ് വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും പ്രതിഷേധക്കാരെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്തതിനു ശേഷം ടോൾ പിരിവ് ആരംഭിച്ചിട്ടുണ്ട്. അതിവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ നീണ്ട നിര ഈ ഭാഗത്ത് വാഹനങ്ങളുടേതുണ്ട്. ചില വാഹനങ്ങൾക്ക് ഫാസ്ടാഗ് ഇല്ലാത്തത് പ്രതിസന്ധിയാണ്. പക്ഷേ ഇന്നത്തെ ആദ്യത്തെ ദിവസമായതുകൊണ്ട് തന്നെ ഇത്തരം വാഹനങ്ങളെ പെട്ടെന്ന് ഇവിടെ നിന്നും കടത്തിവിടുകയാണ്. അടുത്ത ദിവസം മുതൽ ഈ നിയന്ത്രണത്തിലും ഇതിലും കർശനമായ നിയന്ത്രണം ഉണ്ടാകുമെന്നുള്ളതാണ് ടോൾ അധികൃതർ അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഈ വാഹനങ്ങൾ ഇവിടെ നീണ്ട നിര ഉണ്ടാകുന്ന സമയത്ത് പോലീസ് ഇടപെട്ടുകൊണ്ട് വാഹനങ്ങൾ പെട്ടെന്ന് ഇവിടെ നിന്നും കടത്തിവിടാൻ, ടോൾ ഈടാകാതെ കടത്തിവിടാനുള്ള നടപടികളെ സ്വീകരിക്കുന്നുണ്ട്. അതായത് ഈ വാഹനങ്ങൾ നിശ്ചിത സമയം മാത്രമേ ടോളിൽ നിൽക്കാൻ പാടുകയുള്ളൂ എന്നുള്ള നിയമമുണ്ട്. ഈ നിയമം കണക്കിലെടുത്തുകൊണ്ടാണ് വാഹനങ്ങൾ പെട്ടെന്ന് പോലീസിന്റെ നേതൃത്വത്തിൽ ടോൾ ഈടാക്കാതെ കടത്തിവിടുകയും ചെയ്യുന്നത്. ഏതായാലും സുഗമമായ ടോൾ പിരിവ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നന്ദഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ